ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ആദിത്യൻ മുരളി നൽകും. ആദിത്യൻ, എത്രത്തോളം സുരക്ഷാ ഭീഷണി തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അത്താഴ വിരുന്നിനിടെയാണ് ഈ വെടിവെപ്പുണ്ടായിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. ഇതിന് പിന്നാലെ ആക്രമിയുടെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സുരക്ഷാ വീഴ്ച തന്നെയാണ് വൈറ്റ് ഹൌസിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഏറെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ഒരു മേഖല കൂടിയായിരുന്നു. വിമാനത്താവളത്തിന് സമാനമായിട്ടുള്ള സുരക്ഷാ പരിശോധനകളൊക്കെ തന്നെ നടത്തിയ ഒരു മേഖലയായിരുന്നു ഇവിടെ. വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടൽ വെച്ചാണ് ഈ സംഭവം നടന്നിരുന്നത്. ഏറെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി ഒരു അക്രമി തോക്കുമായി അതോടൊപ്പം തന്നെ കത്തിയുമായി അകത്തേക്ക് കയറി വന്നത്. വൈറ്റ് ഹൌസിന്റെ കറസ്പോണ്ടൻസ് ഡിന്നർ എന്ന അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു ചടങ്ങ് തന്നെയായിരുന്നു അവിടെ സംഘടിപ്പിച്ചത്. ഏകദേശം ഒരു 2600ഓളം പേർ അവിടെ ഉണ്ടായിരുന്നു, ഒത്തുകൂടിയിരുന്നു. അതുകൂടാതെ ഭരണകൂടത്തെയും മാധ്യമലോകത്തെയും നിരവധി പ്രമുഖർ ആ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവരെയും ഒരുപോലെ തന്നെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. 7 8 തവണ വെടിയുതിർത്തു എന്നാണ് നിലവിൽ പുറത്തുവരുന്ന ഒരു വിവരം. വെടിവെച്ച കേട്ട ഉടൻ തന്നെ അമേരിക്കൻ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ പ്രഥമ വനിതയെയും ഒക്കെ തന്നെ സീക്രട്ട് സർവീസസ് വളരെ സുരക്ഷിതമായി ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു വധശ്രമം ഉണ്ടാകുന്നത്. ഇത് ട്രംപിന് നേർക്കുള്ള വധശ്രമമാണെന്നുള്ള സംശയം ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് എന്തായിരുന്നാലും സുരക്ഷിതരാണ്. അതിനുശേഷം സീക്രട്ട് സർവീസസിനെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ചിത്രങ്ങളും അതീവ സുരക്ഷാ വലയങ്ങൾ ഭേദിച്ച് ഈ കവാടം വരെ എത്താൻ എങ്ങനെ അയാൾക്ക് സാധിച്ചു എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത്രയധികം സുരക്ഷാ പരിശോധനകളുള്ള ഒരു മേഖലയിൽ എങ്ങനെ ഒരാൾക്ക് തോക്കുമായി കടക്കാൻ കഴിയും, ഒരാൾ എങ്ങനെ കത്തി കൈവശം സൂക്ഷിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അവശേഷിക്കുകയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിമാനത്താവളത്തിൽ എത്ര തരം സുരക്ഷാ പരിശോധനകളുണ്ടോ അത്രയധികം ലെയർ പരിശോധനകൾ നടത്തി തന്നെയാണ്, സമാനമായ കർശനമായ പരിശോധനകൾ നടത്തിയാണ് ഓരോ അതിഥിയെയും ഈ ഹോട്ടലിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. എന്നിട്ടും ഇത്തരമൊരു സംഭവം ഉണ്ടായതാണ് അമേരിക്കൻ സുരക്ഷാ ഏജൻസികളുടെ ആത്മവിശ്വാസത്തിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. വാഷിംഗ്ടണിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ ഒരു ചടങ്ങ് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാനായി സാധിക്കും. അങ്ങനെ കരുതപ്പെടുന്ന വൈറ്റ് ഹൌസിന്റെ ഡിന്നറിന്റെ സുരക്ഷാ പ്രോട്ടോകോളുകൾ പോലും പുനഃപരിശോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്, എങ്ങനെയാണ് ഈ അക്രമിക്ക് തോക്ക് അകത്തേക്ക് കയറ്റാനായി സാധിച്ചത്? അതൊന്നും തന്നെ ഈ പരിശോധനയിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായിരുന്നാലും വലിയ തോതിൽ അമേരിക്കയെ തന്നെ നടുക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു. മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഒരുപോലെ തന്നെ നടുങ്ങിയ ഒരു സാഹചര്യം. ഇതിനു മുൻപ് 2024 ജൂലൈയിലായിരുന്നു പെൻസിൽവാനിയയിലെ ഒരു മേഖലയിൽ നടന്ന വധശ്രമത്തിന് സമാനമായ ഒരു അന്തരീക്ഷം ഈ ഹോട്ടൽ ഹാളിലും അനുഭവപ്പെട്ടതെന്നാണ് ദൃക്സാക്ഷികളൊക്കെ തന്നെ പറയുന്നത്. ഏവരും പരിഭ്രാന്തരായ ഒരു സാഹചര്യം. എന്തായിരുന്നാലും വളരെ വേഗത്തിൽ ഇതിലൊരു നടപടി എടുക്കാനായി സാധിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അക്രമിയുടെ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഈ നിമിഷം പുറത്തു വിട്ടിട്ടില്ല. ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടത്തുകയാണ്. എന്തായിരുന്നു അക്രമിയുടെ ഉദ്ദേശം, ട്രംപ് തന്നെ ആയിരുന്നു ലക്ഷ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വലിയ രാഷ്ട്രീയ കോളിളക്കം ഇതിന് പിന്നാലെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ഭാഗത്ത് ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യം, അതിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിലൊരു വധശ്രമം, ഇതൊക്കെ കോർത്തിണക്കി പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട്. ട്രംപ് എന്തായിരുന്നാലും സംഭവം നടന്നു എന്നാൽ പോലും ഈ വിരുന്ന് തുടരണമെന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അതിനുശേഷം മാധ്യമപ്രവർത്തകരെയും അതുപോലെ അവിടെ ഒത്തുകൂടിയിരുന്ന ഭരണതലവന്മാരെ ഒക്കെ തന്നെ അഭിസംബോധന ചെയ്തിരുന്നു. സുരക്ഷാ ഏജൻസികൾ ഒരു കാരണവശാലും ഇനി മുന്നോട്ട് തുടരേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. കാരണം ഒരാൾക്ക് ഇത്തരത്തിൽ കടക്കാൻ കഴിയുമെങ്കിൽ മറ്റാരെങ്കിലും ഇയാളുടെ കൂട്ടാളികൾ അവിടെ ഉണ്ടാകുമോ എന്നുള്ള സംശയം അടക്കം സീക്രട്ട് സർവീസസ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഈ ചടങ്ങുകൾ നിർത്തിവെക്കുകയായിരുന്നു. അമേരിക്കൻ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായിട്ടുള്ള വൈറ്റ് ഹൌസ് കറസ്പോണ്ടന്റ് അസോസിയേഷനാണ് സംഭവത്തിൽ വലിയ ആശങ്കയും ഉത്കണ്ഠയും ഒക്കെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജീവന് പോലും ആപത്തുണ്ടാകുന്ന, അതുപോലെ നിരവധി പ്രമുഖരുടെ ജീവൻ കവർന്നേക്കാവുന്ന ഒരു വലിയ ദുരന്തം ഈ രീതിയിൽ അവസാനിച്ചു എന്നുള്ള ആശ്വാസം കൂടിയാണ് അവർ പങ്കുവയ്ക്കുന്നത്. എന്തായിരുന്നാലും മാധ്യമപ്രവർത്തകർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും നേരെ അമേരിക്കയിൽ ഉയരുന്ന ഭീഷണികൾ അത് വളരെ ഗൗരവമായി തന്നെ നോക്കിക്കാണണമെന്നുള്ള ആവശ്യം ഇതിനോടകം തന്നെ ശക്തമാകുന്നുണ്ട്. അതേക്കുറിച്ചുള്ള നിരവധി ആവശ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ അക്രമങ്ങൾ പതിവാകുന്നു എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഈ സംഭവത്തിന് പിന്നാലെ ഏറെ ചർച്ചയായി മാറിയിരിക്കുന്നത്. ഇനിയുള്ള തിരഞ്ഞെടുപ്പ് വർഷങ്ങളിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ, എതിരാളികൾക്ക് നേരെ വധശ്രമം ഉണ്ടാകുമോ, അങ്ങനെയുള്ള ഭയമൊക്കെ തന്നെ സാധാരണക്കാരായ ജനങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഈ സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം സീക്രട്ട് സർവീസസിനെ കൂടാതെ തന്നെ FBI അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഈ അക്രമിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്, ഇയാളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെ ഇനി കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ഈ അക്രമി മാനസികമായ ഒരു ബുദ്ധിയില്ലാത്ത ആളെന്ന രീതിയിൽ ട്രംപ് പരിഹസിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്നുള്ള കാര്യം തന്നെയാണ് ഇനി പ്രധാനമായി നോക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ ഇതിനു മുൻപ്
1981 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള റൊണാൾഡ് റീഗന് വെടിയേറ്റ അതേ വേദിയിൽ വെച്ചാണ് ഈ 45 വർഷങ്ങൾക്കിപ്പുറം സമാനമായ ഒരു സംഭവം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. ഈ 4.5 പതിറ്റാണ്ടിന് ശേഷവും ഇത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനെ വേട്ടയാടുന്ന രീതിയിൽ, വകവരുത്തുന്ന രീതിയിൽ ഒരു വധശ്രമം വീണ്ടും ആവർത്തിക്കുന്നതിന് നേരെ വലിയ തോതിൽ തന്നെയാണ് അമർഷം പുകയുന്നത്. അമേരിക്കയ്ക്കകത്തും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നേരെയും മാധ്യമപ്രവർത്തകർക്ക് നേരെയും ഉണ്ടാകുന്ന ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട് നിരവധി പ്രമുഖരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് പങ്കുവച്ചിട്ടുണ്ട്, ഈ വിഷയത്തെ അപലപിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ ഒരു സംഭവം അമേരിക്കയുടെ സുരക്ഷാ ചരിത്രത്തിലെ തന്നെ, അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾക്ക് തന്നെ വലിയൊരു നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായി തന്നെ പറയുകയാണ്. അതുപോലെ തന്നെ ഈ ഹോട്ടൽ സമുച്ചയം അമേരിക്കൻ പ്രസിഡന്റുമാരുടെ സുരക്ഷാ ചരിത്രത്തിൽ ആദിത്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.